സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്കൂൾ കോളേജ് ബസ്സുകൾ തടയുന്നു. വിവരങ്ങൾ സുനിൽ അരിമാനൂർ നൽകും. സുനിൽ, ഈ ബസ്സുകളടക്കം തടയുന്നതുള്ള കാര്യങ്ങൾ ഇപ്പോഴും തുടരുകയാണോ? കുട്ടികളെ കോളേജിലേക്കും സ്കൂളുകളിലേക്കും അയക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ? സുനിൽ, കേൾക്കാമോ? സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്കൂൾ കോളേജുകളിലേക്കുള്ള ബസ്സുകൾ, കുട്ടികളുമായി എത്തുന്ന വാനുകളും ബസ്സുകളും ഒക്കെ തടയുകയാണ്. KSUവിൻ്റെ ഇന്ന് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും വിദ്യാർത്ഥികളെ അയക്കാതിരിക്കാനുള്ളൊരു നടപടികളാണ് അവിടെ നടക്കുന്നത്. വാഹനങ്ങൾ തടയുകയും വിദ്യാർത്ഥികളെ അടക്കം തിരിച്ചിറക്കുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. വലിയൊരു പോലീസ് സംഘവും അവിടെ എത്തിയിട്ടുണ്ട്. ഈ വാഹനങ്ങളടക്കം അവിടെ തടഞ്ഞിട്ടതുകൊണ്ട് ഓഫീസ് സമയം അടക്കമുള്ള സമയമായതുകൊണ്ട് വലിയ ഗതാഗത കുരുക്കും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിലവിലുണ്ടായിട്ടുണ്ട്. സുനിൽ അരിമാനൂർ ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. സുനിൽ, കേൾക്കാമോ? മനു, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം നടത്തിക്കൊണ്ട് സമരം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാവിലെ സ്കൂൾ കോളേജ് ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധിച്ചത്. ഇതിൽ പട്ടത്ത് ഒരു സ്വകാര്യ സ്വാശ്രയ കോളേജിലെ ബസ് അടിച്ചു തീർക്കുന്ന നടപടികളിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ അതായത് സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റുകളുമായി സർക്കാർ ഉണ്ടാക്കിയ കാര്യങ്ങളിൽ അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാരം നടത്തുന്നത്. ഈ സമരം 5-ാം ദിവസത്തിലേക്ക് സെക്രട്ടറിയേറ്റിന് മുമ്പിൽ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സമരം മറ്റൊരു തരത്തിലേക്ക് വ്യാപിപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് സ്കൂൾ കോളേജ് ബസ്സുകൾ തടഞ്ഞുകൊണ്ടും സ്കൂളുകളിൽ KSUവിൻ്റെ നേതൃത്വത്തിൽ പഠിപ്പ് മുടക്ക് നടത്തിക്കൊണ്ടും ഇന്ന് ഇപ്പോൾ സമരം കൂടുതൽ ശക്തമായ രീതിയിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നത്. 12 മണിയോടുകൂടി തന്നെ KSU പ്രവർത്തകർ ഈ സെക്രട്ടറിയേറ്റിന് മുമ്പിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. മാർച്ച് അക്രമശക്തമാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പോലീസിൻ്റെ രഹസ്യ വിഭാഗം റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിയമസഭ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമരത്തിന് ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിലെ MLA-മാരും ഈ സമര സ്ഥലത്തേക്ക്, അതായത് ഈ സെക്രട്ടറിയേറ്റിന് മുന്നിലെ സമരപന്തലിലേക്ക് എത്തിച്ചേരുമെന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. ഏതായാലും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുന്നതുവരെ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകും എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോഴും മറ്റൊരു ഭാഗത്ത് ബസ്സുകൾ തടഞ്ഞുകൊണ്ടും അതുപോലെ സ്കൂളുകളുടെ പ്രവർത്തനം സ്തംഭിപ്പിച്ചുകൊണ്ടും സമരം മറ്റൊരു തരത്തിലേക്ക് മാറ്റുന്ന സമീപനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്നത്. സുനിൽ, അങ്ങനെയെങ്കിൽ അത് വളരെ ഗൗരവതരമാണ്. കാരണം വിദ്യാർത്ഥികളുമായി എത്തിയ വാഹനങ്ങളൊക്കെ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്ഥിതിവിശേഷം മാറിയിരിക്കുന്നു, ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്നു. ഇനി മാർച്ച് നടക്കാനിരിക്കുന്നു. അതിലും അക്രമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള സൂചനകൾ, റിപ്പോർട്ടുകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങളിലേക്കൊക്കെ നീങ്ങിയിട്ടുണ്ടോ പോലീസ്? തീർച്ചയായും മനു, നേരത്തെ ഇത്തരത്തിൽ സ്കൂൾ കോളേജ് വാഹനങ്ങൾ അടിച്ചു തകർക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കൂടുതൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് മാർച്ച് 12 മണിയോടുകൂടി എത്തിച്ചേരുവാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ വലിയൊരു പോലീസ് സുരക്ഷ തന്നെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ എല്ലാ ഗേറ്റുകളിലും ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ അക്രമ സംഭവം നടന്ന അവിടെ നിന്ന് ബസ് നീക്കം ചെയ്തിട്ടുണ്ട്. കാരണം പട്ടത്ത് വെച്ചാണ് ഒരു സ്വാശ്രയ മെഡിക്കൽ ഡെൻ്റൽ കോളേജിലെ ബസ് അടിച്ചു തകർത്തത്. അതുപോലെ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരവധി സ്കൂൾ കോളേജ് ബസ്സുകൾ തടഞ്ഞ് കുട്ടികളെ പെരുവഴിയിലേക്ക് ഇറക്കിവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് പോലീസ് ഇടപെട്ടെങ്കിൽ പോലും ഇവർ മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് ബസ് നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. കുട്ടികൾ പിന്നീട് നടന്ന് പോകുന്ന കാഴ്ചയും ഉണ്ടായി. തിരുവനന്തപുരത്തെ പല സ്കൂളുകളിലും ഇപ്പോൾ അധ്യയനം മുടങ്ങിയിരിക്കുകയാണ്. കാരണം KSU വിദ്യാഭ്യാസ ബന്ധം പഠിപ്പൊക്കെ ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിൽ തന്നെയാണ് നഗരത്തിനകത്തുള്ള സ്കൂളുകളിൽ ഇപ്പോൾ അധ്യയനം മുടങ്ങി വിദ്യാർത്ഥികൾ വീടുകളിലേക്ക് പോകാനായി വരുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതായാലും അക്രമ സംഭവം ഉണ്ടാകുമെന്നുള്ള പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയൊരു പോലീസ് സുരക്ഷ തന്നെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ എല്ലാ ഗേറ്റുകളിലും സെക്രട്ടേറിയറ്റിലെ സമരപന്തൽ അടക്കം ഒരുക്കിയിരിക്കുന്നത്. 12 മണിയോടുകൂടി തന്നെ KSUവിൻ്റെ മാർച്ച് ഇവിടേക്ക് വരും. അതുപോലെ തന്നെ MLA-മാരും നിയമസഭയിൽ നിന്ന് മാർച്ചായി ഈ സമരവേദിയിലേക്ക് എത്തും എന്നുള്ള ഒരു അറിയിപ്പ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ശരി, സുനിൽ അരിമാനൂരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വലിയ അതിക്രമങ്ങളിലേക്കും അക്രമ സംഭവങ്ങളിലേക്കും ഒക്കെ യൂത്ത് കോൺഗ്രസിന്റെ സമരം നീങ്ങുന്ന സാഹചര്യങ്ങൾ. സ്കൂൾ വിദ്യാർത്ഥികളുമായി എത്തിയ വാഹനങ്ങൾ അടിച്ചു തകർക്കുന്നു പട്ടത്ത് തിരുവനന്തപുരത്ത്. ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിലെങ്കിലും സ്കൂളുകളുടെ പ്രവർത്തനം അധ്യയനം മുടങ്ങുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്നു.